ഹലോ ഓൾ, വെൽക്കം ടു എൻലൈറ്റൈസ് ടോപ്പേസ് ടോക്ക്. ഇത്തവണ നമ്മുടെ കൂടെ ഉള്ളത് സിവിൽ സർവീസ് 2024 റാങ്ക് ലിസ്റ്റിൽ 169 റാങ്ക് കിട്ടിയ രജത്താണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് രജത്ത്. താങ്ക് യു സർ. യെസ്. സോ ഇപ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? കാരണം ഇത് ഇന്ന് റിസൾട്ട് വരുന്ന എക്സ്പെക്റ്റഡ് ആയിരുന്നു, അപ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എന്താ ഇപ്പോൾ ഒരു വാട്ട് യു ഫീൽ നൗ? കുറച്ചൊരു റിലീഫുണ്ട്. അപ്പോൾ ഒന്ന് കാല് ചവിട്ടി പിടിക്കാൻ ഇടം കിട്ടിയ പോലൊരു ഫീലിംഗ് ഉണ്ട്. ഇതിൽ ബിൽഡ് ചെയ്തുകൊണ്ട് ഇനി മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. ഓക്കെ. എപ്പോഴാണ് റിസൾട്ട് അറിഞ്ഞത്? ഞാൻ നീന്താൻ പോയേക്കുമായിരുന്നു. അപ്പം പൂളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ കുറേ മെസ്സേജ് കണ്ടു. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിനോടായിരുന്നു ഞാൻ നോക്കാൻ പറഞ്ഞത്, ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ തവണ ഇതുവരെ ഞാൻ ഇൻ്റർവ്യൂ പോയതാണ്. അപ്പോൾ അവസാനം ഞാൻ നോക്കി ആകെ തകർന്നു പോയ ഇതായിരുന്നു. അപ്പോൾ ഇത്തവണ ഞാൻ നോക്കത്തില്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ഞാൻ അവനോട് നോക്കാൻ പറഞ്ഞു. അപ്പം പൂളിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, കിട്ടിയെന്ന് പറഞ്ഞ് അവനിങ്ങനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനെ തിരിച്ച് വിളിച്ചു. അപ്പോഴാണ് ഒരു ബോധോദയം ഉണ്ടായത്. പിന്നെ വീട്ടിലേക്ക് വന്നു. അപ്പം പേരൻസ് ഉണ്ടായിരുന്നു, പിന്നെ അവരുമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. ഓക്കെ ഓക്കെ. അപ്പോൾ പറഞ്ഞല്ലോ കഴിഞ്ഞ തവണ ലിസ്റ്റിലുണ്ടായിരുന്നതാണ്, ഇൻ്റർവ്യൂ ലിസ്റ്റിലുണ്ടായിരുന്നതാണ്. പക്ഷേ ഇത്തവണ അത് വന്നു അല്ലേ? അപ്പോൾ എന്ത് ചേഞ്ച് ആക്ച്വലി ഈ കഴിഞ്ഞ അറ്റംപ്റ്റിൽ നിന്ന് ഈ അറ്റംപ്റ്റിലോട്ട് വന്നപ്പോൾ നടത്താൻ പറ്റിയത്? സർ, ഒരുപാട് ചേഞ്ചസ് ആക്ച്വലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് സാറും മയൂർ സാറും തന്നെ അതിനകത്ത് കുറേ ഒരു ഫാക്ടർ ആയിട്ടുണ്ട്. കഴിഞ്ഞ ആളെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഫുൾ ടൈം വർക്കിംഗ് ആയിരുന്നു. ഇത്തവണ ഫുൾ ടൈം വർക്കിംഗ് ആയിരുന്നു. അപ്പം കുറേയൊന്നും ഈ എക്കോസിസ്റ്റം എന്താണ്, അല്ലെങ്കിൽ നല്ല ഗൈഡൻസ് എവിടെ നിന്ന് കിട്ടും, എങ്ങനെ ടെസ്റ്റ് സീരീസ് എഴുതണം, എങ്ങനെ ഇത് പ്രൊസീഡ് ചെയ്യണം, അതിനെപ്പറ്റിയൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. ഞാൻ വർക്കിന് ഓൾമോസ്റ്റ് 50%, പഠിത്തത്തിന് 50% ആ ഒരു ഷെയറിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ എഴുതിയപ്പോഴത്തേക്കും കുറച്ചുകൂടെ സ്ട്രീം ലൈൻഡും കുറേ കൂടെ ഫോക്കസ്ഡ് ആയിട്ടും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എവിടെയാണ് ടാർഗറ്റ് ചെയ്ത് സ്കോർ ചെയ്യേണ്ടത്, പിന്നെ പ്രോപ്പറായിട്ട് ടെസ്റ്റ് എഴുതി എങ്ങനെ ഫീഡ്ബാക്ക് എടുക്കണം. കഴിഞ്ഞാണ് ഞാൻ ടെസ്റ്റ് എഴുതുന്നുണ്ടായിരുന്നു, പക്ഷേ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അതൊരു നോളജ് ഗെയിം ആയിട്ട് കണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫീഡ്ബാക്ക് ഒന്നും എടുക്കാനായിട്ട് അങ്ങ് പോയില്ല. ഒരു ബിസിനസ് ആസ് യൂഷ്വൽ ആ ഒരു രീതിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ ഞാൻ ഒരു കാര്യം ഷുവറാക്കിയെന്ന് വെച്ചാൽ എന്ത് ടെസ്റ്റ് ഞാൻ എഴുതുകയാണെങ്കിലും പ്രോപ്പറായിട്ട് സാറന്മാരെ കണ്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എടുത്ത് അതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാനുള്ളൊരു ടെൻഡൻസിയും കുറേ അധികം ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ തവണ ഞാൻ പത്രമൊന്നും വായിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, ഓക്കെ നമുക്ക് അപ്ഡേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഷോർട്ടേതായിട്ട് നമുക്ക് കിട്ടും, അപ്പോൾ അത് വായിച്ചാൽ മതി, അപ്പോൾ പത്രം വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം നമുക്ക് മീൻ പൊരിച്ചതായിട്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് തരുന്നെങ്കിൽ നമ്മൾ എന്തിനാണ് മീൻ പിടിക്കാൻ പോകുന്ന ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഞാൻ ആക്ച്വലി ഇറങ്ങി മീൻ പിടിക്കാൻ തന്നെ പഠിച്ചപ്പോൾ പത്രമൊക്കെ വായിച്ചാണ് ഇത് ചെയ്തത്. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു നല്ലൊരു ചേഞ്ചസ് ഉണ്ടാകും. പിന്നെ പ്രോപ്പറായിട്ട് ഇവിടെ വന്ന് ഞാൻ ഗൈഡൻസും എടുത്തായിരുന്നു. അപ്പോൾ അതും നല്ലൊരു ഇമ്പാക്റ്റ് എൻ്റെ പ്രിപ്പറേഷനിൽ വരുത്തിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ മെയിൻസ് ആൻസർ റൈറ്റിങ്ങിനൊക്കെ എടുക്കുമ്പം പത്രത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആൻസർ പോളിഷ് ചെയ്തു അല്ലേ? അപ്പോൾ ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കുമോ? സർ, എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളിപ്പം പത്രം വായിക്കുമ്പോഴത്തേക്കും ഒരു കറണ്ട് അഫെയർ ഒരു 5-6 ദിവസത്തേക്ക് റെക്കർ ചെയ്തിരിക്കും. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പത്രം വായിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ തന്നെ അത് ഇന്റേണലൈസ് ആവാനുള്ള ഒരു സ്കോപ്പ് നല്ലപോലെ ഉണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് എനിക്ക് തോന്നുന്നു പോളിറ്റി. ഞാൻ കഴിഞ്ഞ തവണ എഴുതിയപ്പം എനിക്ക് പോളിറ്റി ഓക്കെ ആയിട്ടാണ് ഞാൻ തോന്നിയത്. അപ്പം ഞാൻ ഇത്തവണ എൻ്റെ വന്നിട്ട് ഫസ്റ്റ് പോളിറ്റി ടെസ്റ്റ് എഴുതി. അപ്പോൾ അത് വളരെ തിയററ്റിക്കലായിട്ട് എഴുതി വെച്ചൊരു പേപ്പറായിരുന്നു. അപ്പം ഞാനത് നല്ലൊരു പേപ്പറാണ്, മാക്സിമം പോയിന്റ്സ് അതിനകത്ത് ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് അത് എഴുതി വെച്ച് ഞാൻ ഇറങ്ങിയത്. പക്ഷേ അതിൻ്റെ ഫീഡ്ബാക്ക് കണ്ടപ്പോൾ ഞാൻ ആക്ച്വലി ഭയങ്കര സ്റ്റോക്കായിപ്പോയി. കാര്യം സാർ ഓൾമോസ്റ്റ് എല്ലാ പോയിന്റിലും വെട്ടും കുത്തും തിരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്കൊരു മിസ്കൺസെപ്ഷൻ, നമുക്കൊരു മിഥ്യാധാരണ ഉണ്ട്, നമ്മൾ എഴുതിയത് ശരിയാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ അതിലായിരിക്കും എഴുതി, നമ്മൾ അതിങ്ങനെ എഴുതിയിട്ടായിരിക്കും നമ്മൾ നല്ല മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഉണ്ടാവില്ല, കാര്യം ഒരുപാട് ആൻസർ നമുക്ക് ബെറ്റർ ആക്കാനുണ്ട്. അങ്ങനെ പിന്നെ സാറുമായിട്ട് വന്നിരുന്ന് A to Z സാർ എനിക്കൊന്ന് ഓൾമോസ്റ്റ് 1 ഹവറോളം എടുത്ത് ആ പേപ്പർ മൊത്തം എനിക്ക് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം സാറുമായിട്ടുള്ള ഡിസ്കഷൻ എനിക്ക് കയറ്റിയെന്ന് വെച്ചാൽ എനിക്ക് യൂസ് എന്താണെന്ന് വെച്ചാൽ കുറേ അധികം പ്രാക്ടിക്കലായിട്ട് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും എൻ്റെ പേപ്പറിൽ വന്നിട്ടില്ല. വളരെ തിയററ്റിക്കലായിട്ടൊരു സാധനമേ വന്നിട്ടുള്ളൂ. പക്ഷേ അവർ എക്സ്പെക്ട് ചെയ്യുന്ന അതല്ല, അവർ നമ്മളെ ഒന്നും ഫുൾ തിയറി ഒന്നും, ഇത് ഓപ്ഷണൽ പേപ്പറല്ല, ജനറലിസ്റ്റ് പേപ്പറാണ്. അപ്പം കുറേ അധികം പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ സാറുമായിട്ടുള്ള ഇൻഫോം ടോക്ക് ചെയ്യുന്ന എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഡിസ്കഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, കീയും നല്ല രീതിയിൽ വായിക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ലാസ്റ്റ് ലാബ് സെഷൻസ് ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ പേപ്പറിലോട്ട് ഞാൻ ആഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇത്തവണ എൻ്റെ ആൻസറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടാവണം. മാർക്ക് ലിസ്റ്റിനും വന്നിട്ടില്ല, പക്ഷേ അല്ല എന്തായാലും ഒരു പോസിബിൾ ചേഞ്ച് ഉണ്ടാവണമല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഈ റാങ്ക് ലിസ്റ്റിലോട്ട് നമ്മൾ കിടക്കുന്നതിന് അത്ര പോസിബിലിറ്റി വരില്ല. അപ്പോൾ അത് ആ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ മെയിൻസ് നമ്മൾ മനസ്സിലായി. അപ്പം ഈ പ്രിലിംസിന് എത്ര നോർമലി സ്കോർ അത്യാവശ്യം നല്ല സ്കോർ ചെയ്യുന്നുണ്ടാവോ, അതോ നമ്മൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയോ അങ്ങനെയൊന്നും പറയാൻ പറ്റുമോ? പ്രിലിംസിന് വേണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ വലുതായിട്ടൊന്നും പഠിച്ചിട്ടില്ല. 2022 ഞാനൊരു MNCയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഒരു 2 months കൊണ്ട്
അറിയാവുന്ന പോലെ പഠിച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ പ്രിലിംസ് ക്ലിയർ ആവുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറേയൊക്കെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാരണം വരുന്നതാണ്. കാരണം ഞാൻ RBI, SEBI, NABARD അങ്ങനെ ഓൾമോസ്റ്റ് ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ എക്സാംസും എഴുതുന്നുണ്ട്. അങ്ങനെ എഴുതി എനിക്ക് തോന്നുന്നു പ്രിലിംസ് ഒരിക്കലും ഒരു നോളജിൻ്റെ ഗെയിമല്ല, അതൊരു സ്കില്ലിൻ്റെ ഗെയിമാണ്. അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാനുള്ള ഒരു ആപ്പിറ്റൈറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ആ പേപ്പർ PYQ അവരെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ള ആ ട്രെൻഡ് മനസ്സിലാക്കാനുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ഗൈഡൻസ് ഉണ്ടെങ്കിലും കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാമെന്നുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് പ്രിലിംസ് തോന്നിയത്. അതുകൊണ്ട് ഒരു 30% കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന സാധനം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ആ ഒരു സാധനം സെറ്റ് ചെയ്ത് ബാക്കി മൊത്തം ഒരു റിസ്കിൻ്റെ ഒരു കോൺഫിഡൻസിൻ്റെയും പേരിലാണ് ഞാൻ പ്രിലിംസ് അറ്റൻഡ് ചെയ്യാറുള്ളത്. കാൽക്കുലേറ്റഡ് ഗസ് എന്നൊക്കെ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതെ. CSAT അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ CAT എക്സാം ക്രാക്ക് IIM അലൂമിനസ് ആണ്. അപ്പം എനിക്ക് CSAT അങ്ങനെ ഒരു പ്രശ്നമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ഓക്കെ. പിന്നെ അവസാനം നമ്മൾ ലാസ്റ്റ് പ്രോസസ്സ് ഇന്റർവ്യൂ അല്ലേ? അതെ. ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു പ്രോസസ്സ്? ലൈക്ക് ഇന്റർവ്യൂ ഞാൻ കഴിഞ്ഞ തവണത്തേന്ന് വളരെയധികം മാറിപ്പിടിച്ചൊരു സാധനമാണ്. കഴിഞ്ഞ തവണ 2023 ഇന്റർവ്യൂ ലാസ്റ്റ് ആളൊക്കെ ആയിട്ടാണ് ഞാൻ കയറിയത്. അപ്പോൾ എനിക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെയൊക്കെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ, അതായത് ചന്തപ്പുറത്ത് എവിടെയൊക്കെ കോലി വയ്ക്കുന്നു അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് മോക്ക് എടുക്കാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം മെയിൻസ് നമ്മളോട് പറയും മാക്സിമം ആൻസർ എഴുതണം. അപ്പോൾ അതേ സ്ട്രാറ്റജിയാണ് ഞാൻ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യാൻ നോക്കിയത്. എവിടെ എത്രത്തോളം മോക്ക് എടുക്കാമോ അത്രത്തോളം ബെറ്റർ ആവും എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു ആ സമയത്ത് എനിക്ക്. അപ്പം ഞാൻ മാക്സിമം മോക്ക് എടുക്കും. പക്ഷേ എനിക്ക് അതിന് തോന്നിയെന്ന് വെച്ചാൽ ഞാൻ എന്നിൽ നിന്നല്ലാതെ വേറൊരു പേഴ്സണാലിറ്റി ആയിട്ട് വരുന്നു. ഓരോരുത്തരും ഓരോ ഫീഡ്ബാക്ക് പറയുന്നു, ഞാനത് ഉൾക്കൊള്ളാൻ നോക്കുന്നു. അപ്പം ഞാനല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മോക്ക് കഴിഞ്ഞത്. അങ്ങനെ എല്ലാം കഴിഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പം സാറും മഹേഷ് സാറും എനിക്കൊരു ഒറ്റ സെഷൻ ഉണ്ടായിരുന്നു, അതെനിക്ക് എടുത്തു വന്നായിരുന്നു. അപ്പം നിങ്ങൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത്രയും മതി, നീ ഇവിടെ നിർത്ത്. പക്ഷേ ഞാൻ ആ സമയത്ത് അത് കേട്ടില്ല. എനിക്ക് സമയം കുറേ അധികം ഉള്ളതുകൊണ്ട് കുറച്ച് നാൾ എടുത്തില്ല. പക്ഷേ അത് കഴിഞ്ഞ് വീണ്ടും സമയമില്ലാത്തപ്പോൾ ഞാൻ വീണ്ടും എടുത്തിയാടി കുറേ മോക്ക് പോയി. അത്തവണ എനിക്ക് ആകെപ്പാടെ കോൺഫിഡൻസ് ഉണ്ടായിരുന്ന പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. പക്ഷേ അതിനെനിക്ക് ഉദ്ദേശിച്ച മാർക്ക് എനിക്ക് വന്നില്ല. അപ്പോൾ ഇത്തവണ ഞാൻ എന്നിട്ട് എൻ്റെ ഫസ്റ്റ് ഫേസിൽ തന്നെ എനിക്ക് പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനിതിന് മെയിൻസിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഞാനും സാറും ജോസ് സാറും മഹേഷ് സാറും നമ്മൾ 3 പേരും എടുത്തൊരു തീരുമാനമാണ് ഇത്തവണ ഞാൻ ഒറ്റ മോക്ക് പോലും കൊടുക്കത്തില്ല എന്നുള്ള സാധനം. അവസാനം വരെ ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അത് ആക്ച്വലി ഒരു അത്ഭുതം കേട്ടോ. കാരണം ഞാൻ ഓർത്തത് ഈ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവസാനം നീ കൂടുതൽ പോയി കൊടുക്കും ഞാൻ പേടിച്ചായിരുന്നു. ചെയ്തില്ല 100% നമ്മൾ എടുത്ത തീരുമാനത്തിൽ തന്നെ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്തു. അവസാനം എനിക്കൊന്ന് സാറ് ഏതെങ്കിലും ഒരു മോക്ക് വേണ്ടതെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ പോലും ഞാൻ സാറിനോട് ചോദിച്ചു, സാറിന് കോൺഫിഡൻസ് ഉണ്ടോ? അപ്പോൾ സാറിന് കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ എനിക്കും കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അതുപോലെ അങ്ങ് പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് നല്ലപോലെ ഒന്ന് വർക്കായിട്ടുണ്ടാകും. കാര്യം എനിക്ക് തോന്നുന്നത് വെച്ചാൽ സാർ നമ്മൾ ഓരോ മോക്ക് എടുക്കുമ്പോഴും നമ്മൾ ഇതുപോലെ നമ്മളല്ലാതാവുക, വേറെ ആൻസേഴ്സ് നമ്മൾ ഇത് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഒറിജിനൽ പേഴ്സണാലിറ്റി അല്ല അവിടെ പുറത്ത് വരുന്നത്. അപ്പം ഇത്തവണ നമ്മൾ നോക്കിയ സ്ട്രാറ്റജി അത് തന്നെയാണ്. നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വർക്ക് ചെയ്യുക, അതെങ്ങനെ ബെറ്റർ ആക്കുക, അതെങ്ങനെ ബെസ്റ്റായിട്ട് അവിടെ പോയി പ്രസൻറ്റ് ചെയ്യുക, അതായിരുന്നു നമ്മുടെ സ്ട്രാറ്റജി. എനിക്ക് തോന്നുന്നു മാർക്ക് എന്തായാലും കൂടിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഞാൻ ലിസ്റ്റിൽ വരത്തില്ല. അപ്പം അത് വർക്ക് ചെയ്തിട്ടുണ്ടാവാനാണ് സാധ്യത. ഇതിൻ്റെ ഏറ്റവും എനിക്ക് ഇപ്പം ഞാൻ രജത്തിനെ കുറച്ച് കാലമായിട്ട് അറിയുന്ന. അപ്പോൾ രജത്തിന് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും ആൾ. ഇപ്പോൾ നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അതുപോലെ ചെയ്യാൻ രജത്ത് എന്തായാലും ചെയ്തിട്ടുണ്ട്. അതെനിക്കറിയാം. അത്ര ആത്മാർത്ഥമായിട്ട് എനിക്കൊന്ന് പരീക്ഷയുടെ തലേദിവസം വരെ അത് ചോദിക്കും. പക്ഷെ അത് ഇപ്പം നമ്മളിവിടെ കൊടുക്കുന്ന ഇൻപുട്ടിനേക്കാൾ ഉപരി അത് രജത്തും കൊണ്ട് ചെയ്ത ഒരു വർക്ക് അത് ഭയങ്കരമാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ ഒരു എഫേർട്ടിന് കിട്ടിയ റിസൾട്ട് തന്നെയാണ് ഇത്. മാർക്കുകൾ എന്തോ ആവട്ടെ, പക്ഷെ സ്റ്റിൽ യു മെയ്ഡ് ഇറ്റ് എന്നുള്ളത് ഒരു നിങ്ങളുടെ ഒരു അച്ചീവ്മെൻറ്റിനാണ് രജത്തിൻ്റെ. സാർ ഞാൻ ആക്ച്വലി അതിനോട് യോജിക്കുന്നില്ല. കാര്യം എൻ്റെ എഫേർട്ട് ഇതിലും ബെസ്റ്റ് എഫേർട്ട് ഞാൻ കഴിഞ്ഞ അറ്റംപ്റ്റിലാണ് ഇട്ടത്. നമുക്ക് എഫേർട്ട് മാത്രം പോരാ ഇതിനകത്തൊരു പ്രോപ്പർ ഗൈഡൻസും നമ്മൾ എന്ത് ചെയ്യാന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മൾ എത്ര എഫേർട്ട് ഇട്ടാലും അത് മിസ്ഗൈഡഡ് എഫേർട്ടായി പോത്തേ ഉള്ളൂ. ഇപ്പം സാർ തന്നെ പറഞ്ഞു, ഞാൻ ആ പരീക്ഷയുടെ 2 ദിവസം മുന്നേ GS2 എനിക്ക് വളരെ വീക്കായിട്ടുള്ളൊരു ഏരിയയാണ്. ഞാൻ പോളിറ്റിയുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഗവർണൻസ് ഞാൻ വീക്കാണ്. സാറ് രാത്രി 12 മണിക്ക് എന്നെ വിളിച്ചിട്ട് ഒരു 2 മണിക്കൂർ സാറിന് മാത്രം വായിക്കാൻ പറ്റുന്ന സാറിൻ്റെ നോട്ട് 2 മണിക്കൂർ വെച്ച് എനിക്ക് ഫുള്ളിരുന്ന് പറഞ്ഞു തരുമായിരുന്നു. അപ്പം അത്രയ്ക്ക് നല്ല മെൻറ്റേഴ്സിനെ, നല്ലൊരു ഗൈഡൻസ് സിസ്റ്റം, ഒരു എക്കോ സിസ്റ്റം എനിക്ക് ചുറ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അത് ഞാൻ ഇത്തവണ അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എടുത്തിട്ട് അറ്റംപ്റ്റ് ചെയ്യുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. അപ്പം അതെനിക്ക് തോന്നുന്നു അത് ഇൻസ്റ്റിറ്റ്യൂട്ട് 100% അത് ബാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഒരു റിസൾട്ടായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇത് പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നും. കാരണം നമ്മൾ ചെയ്തതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം എന്തായാലും ഉണ്ട്. അത് പക്ഷേ ഞാൻ എന്തായാലും പറയും എൻ്റെ എഫേർട്ട് തന്നെയാണ്, അത് എന്തായാലും സ്ട്രോങ് ആണ്. അപ്പോൾ എന്താ ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താ? കാരണം ഇനി അടുത്ത ഈ വർഷം എഴുതാനല്ലേ?
ഇതിന് ഇന്ന് റിസൾട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ ചോദിച്ചതിന് മോശമായിരുന്നു അല്ലേ? അപ്പം പക്ഷെ എന്നാലും നല്ലൊരു അച്ചീവ്മെന്റ് ആയല്ലോ അല്ലേ? 169 എന്നൊക്കെ പറഞ്ഞാൽ നല്ല റാങ്ക് കിട്ടും, നല്ല നല്ല പൊസിഷൻ കിട്ടുമല്ലോ. സോ IIM ഒക്കെ പഠിച്ചതല്ലേ? അതെ. അപ്പോൾ എന്താ എൻലൈറ്റിലോട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ലൈക്ക് ഡു യു ഹാവ് എനി അഡ്വൈസ് ടു എൻലൈറ്റ്? എനിക്ക് ഒരു കാര്യം തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റിൻ്റെ ഇൻ്റർവ്യൂ സ്റ്റേജിലാണ് ഞാൻ ആക്ച്വലി എൻലൈറ്റിനെ കുറിച്ച് അറിയുന്നത്, ഞാനിവിടെ വരുന്നതും. അതും പ്യൂർലി ബൈ, ഞാൻ മാർക്കറ്റിങ്ങിലും കുറച്ച് സ്പെഷ്യലൈസേഷൻ ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ പ്യൂർലി ബൈ വേർഡ് ഓഫ് മൗത്ത്, ഏറ്റവും ഓർഗാനിക്കായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് വേർഡ് ഓഫ് മൗത്ത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഇങ്ങനെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം കിട്ടും, നീ ഒന്ന് വന്ന് പോയി നോക്ക്, എടുത്ത് നോക്ക്. അങ്ങനെ ഞാൻ വന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഇത് തന്നെ ഐ വാസ് ഓൾവേസ് വെൽക്കം ഹിയർ. അപ്പം നമ്മളെ ഒരു ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ഒരു സർവീസ് ഇൻഡസ്ട്രി, പക്ഷെ അതൊരു ഇൻഡസ്ട്രി ആവാതെ അത് ഒരു ക്ലാസ് റൂമായിട്ട്, ഒരു പ്രോപ്പറായിട്ടൊരു എക്കോസിസ്റ്റം ആയിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഏതൊരു ബിസിനസ് ആയാലും നമ്മൾ അങ്ങനെ അത് കൺവേർട്ട് ചെയ്യാനാണ് നോക്കേണ്ടത്. ഐ മീൻ എൻഡ് അതാണ് കാര്യം. ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു സെയിൽസ് പേഴ്സൺ, ആ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡർ, ആ ഒരു റിലേഷൻ എപ്പോൾ നമുക്ക് അത് ബ്രിഡ്ജ് ചെയ്ത് ഒരു പ്രോപ്പറായിട്ട് അതൊരു എക്കോസിസ്റ്റം ആയിട്ട് കൊണ്ടുവരാൻ പറ്റുമോ, അതാണ് ഒരു ഇതിൻ്റെ വിജയം. എനിക്കൊന്ന് ആ രീതിയിൽ പ്രോപ്പറായിട്ട് എന്തായിട്ട് അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഇതെന്ന് വെച്ചാൽ ഇത് അധികം ആൾക്കാരിലോട്ട് എത്തുന്നില്ല. ഞാൻ 1.5 വർഷത്തോളം ഈ ഫീൽഡിൽ നിന്നിട്ടാണ് ഞാനിത് അറിയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഗൈഡൻസ്, ആ ഒരു എക്കോസിസ്റ്റം പ്രോപ്പറായിട്ട് നമുക്ക് പിള്ളേരിലോട്ട് എത്തിക്കാൻ പറ്റിയാൽ എനിക്ക് തോന്നുന്നു അത് അവർക്കും കൂടെ ബെനിഫിഷ്യലാണ്. അപ്പം പ്രത്യേകിച്ച് ഇപ്പം ഒരുപാട് ലാസ്റ്റ് ലാബ് സെഷൻസ് എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട്. പ്രിലിംസിന് ഇപ്പോൾ എനിക്കൊന്ന് ഫ്രീ ആയിട്ട് സീരീസ്, ഞാനിപ്പോൾ പ്രിലിംസ് എഴുതാൻ പോകുന്നുണ്ട്, ഞാനിപ്പോൾ ആ സെഷൻസ് കാണുന്നുണ്ട്, റിവിഷൻ സെഷൻസ്. അതെ, ഞാനത് എൻ്റെ ഫ്രണ്ട്സിനും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഫ്രീ ആയിട്ട് അത് അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊന്നും ആൾക്കാരിലോട്ട് എത്തുന്നില്ല. ഇപ്പം നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കിയാൽ തന്നെ അതിനകത്ത് 300 ഫോളോവേഴ്സ് അങ്ങനെയൊക്കെ അല്ലേ ഉള്ളൂ. അപ്പം പ്രോപ്പറായിട്ട് എഫേർട്ട് ഉണ്ട്, പക്ഷെ അത് അങ്ങോട്ടേക്ക് പോകുന്നില്ല. അത് കൊണ്ടുവരാൻ പറ്റിയ നല്ലൊരു ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ശരി, അതൊരു ഡെഫിഷ്യൻസിയാണ്. അപ്പം നമ്മൾ എന്തായാലും മേക്കപ്പ് ചെയ്യാം. ഓക്കെ, സോ അതിൽ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ശരിയാണ്, പറഞ്ഞ പോലെ കുറച്ചുകൂടെ റീച്ച് ഔട്ട് ചെയ്യണം അല്ലേ? ശരി, കാരണം ഇന്നത്തെ കാര്യം അത് കുട്ടികൾക്കും കൂടെ അത് ബെനിഫിഷ്യൽ ആണ്. അത് നമ്മൾ മാത്രം പുഷ് ചെയ്യാൻ നോക്കുന്നതല്ലോ. കാര്യം ഇത് കാരണം ഗൈഡൻസ് കിട്ടാതിരിക്കുന്ന, മിസ്ലീഡ് ആയിക്കൊണ്ടിരിക്കുന്ന വേറെ ആൾക്കാരാണ്. ശരി, അത് എക്സാക്ട്ലി. അത് മാത്രമല്ല, ഞാൻ ഈ എക്കോസിസ്റ്റത്തിൽ കുറച്ച് വർക്ക് ചെയ്തതും കൂടെയാണ്. എടെക്കിലാണ് ഞാൻ ഒരു 1.5 years ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ബേസിക്കലി നമുക്ക് നല്ല ടീച്ചേഴ്സിനെയും നല്ല സപ്പോർട്ട് സിസ്റ്റവും നല്ലൊരു മെന്റർഷിപ്പും കിട്ടാൻ നമുക്ക് ആക്ച്വലി പാടാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു റീച്ച് കിട്ടാത്തത് കാരണം ആൾക്കാരിലോട്ട് എത്താതിരിക്കരുത്. അപ്പോൾ അതെപ്പോഴും നമുക്കൊരു വിഷമമാണ്. അതെ. സോ എനിവേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ രജത്തിൻ്റെ റിസൾട്ട് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, സാർ ഓൾറെഡി പറഞ്ഞു, അന്നേരം തന്നെ രജത്തിൻ്റെ ഗോളും വന്നു. വി ആർ ഹാപ്പി ദിസ് ഇയർ വെരി മച്ച് ആക്ച്വലി. അത് എന്തായാലും ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നു. ആൻഡ് ദിസ് ഈസ് അവർ ഫസ്റ്റ് ഇൻ്റർവ്യൂ. ഇനിയും ഇൻ്റർവ്യൂസ് വരും, റാങ്ക് ലിസ്റ്റിലുള്ള കുറച്ച് പേരും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ മുന്നോട്ട് വരും. സോ രജത്ത്, താങ്ക്സ് എ ലോട്ട്. എനിവേ, ഒരു ഫൈനൽ വേർഡ് ആസ്പിറൻസിന് വേണ്ടി, അത് ഈ വർഷത്തെ എന്നല്ല, എപ്പോഴും ആസ്പിറൻസിന് വേണ്ടി ഒരു വാക്ക്, വാട്ട് ഇൻസ്പയർഡ് യു എന്നുള്ള കാര്യം കൊണ്ടൊന്ന് പറയുമോ? ആൻഡ് വാട്ട് ഇൻസ്പയർഡ് യു മാത്രമല്ല, എന്താണ് അവർക്കൊരു വേർഡ് ഫ്രം യു, അതും കൂടെ ഒന്ന് പറയൂ. അങ്ങനെ ചോദിച്ചാൽ എങ്ങനെ ഈ സർവീസിലോട്ട് വന്നു എന്നുള്ളൊരു ആസ്പെക്റ്റ് ആണെങ്കിൽ, ഞാൻ പഠിച്ചത് മാനേജ്മെൻ്റ് ആണ്. അപ്പം നമ്മളെപ്പോഴും ഒരു ബ്രോഡർ ക്യാൻവാസിൽ എപ്പോഴും വർക്ക് ചെയ്യാനാണ് നോക്കുന്നത്. മാക്സിമം ഏരിയ അവന്യൂസ് കവർ ചെയ്യുക, മാക്സിമം ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പം ഞാൻ പല സെക്ടേഴ്സിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ എൻ്റെ MBA സെക്കൻഡ് ഇയർ തുടങ്ങുന്നതിന് മുന്നേ റൂറൽ എൻഗേജ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഗ്രാമത്തിൽ പോയിട്ട് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ഒരു 1 week to 10 days ഒരു പ്രോഗ്രാമാണത്. അപ്പോൾ അവിടെ പോയപ്പോഴാണ് ആക്ച്വലി ഒരു ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് എത്രത്തോളം വൈഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടിയത്. അപ്പം ബേസിക്കലി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൊടുത്ത സജഷൻസ് ഒക്കെ ഓൾറെഡി അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത്ര വൈഡായിട്ടൊരു ക്യാൻവാസിൽ അത്ര ലാർജ് ഒരു സ്കോപ്പായിട്ടുള്ള വർക്കാണ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ വന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഓൺ എ വെരി ലാർജ് സ്കെയിൽ ഓൾസോ. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് തുടങ്ങിയത്. പിന്നെ മൊത്തത്തിൽ നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ആ ഒരു സ്കോപ്പ് അതെപ്പോഴും എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലാസ്റ്റ് പോയിന്റ്, ഇപ്പം നമുക്കിപ്പോൾ റിസൾട്ട് വരുമ്പോൾ കുറേ പേർക്ക് സെറ്റ് ബാക്സ് വരും. ഐ എം നോട്ട് ടേമിങ് ഇറ്റ് ആസ് ഫെയിലിയർ, കാരണം ഒരിക്കലും അത് ഫെയിലിയർ അല്ല. സെറ്റ് ബാക്സ് തന്നെ മാക്സിമം പറയാം.
അപ്പോൾ അങ്ങനെ ഉണ്ടായൊരു അനുഭവം എന്തായാലും രജത്തിനും ഉണ്ടായിരുന്നു അല്ലേ? അതിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്തേ, അതും കൂടെ ഒന്ന് പറയുമോ? സാർ അത് ആക്ച്വലി വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഞാനതിൽ നിന്ന് ആക്ച്വലി റിക്കവർ ചെയ്യാൻ കുറേ സമയമെടുത്തു. കാര്യം ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് IIT ക്ലിയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് IIM ക്ലിയർ ചെയ്യുന്നത്. അപ്പം മേ ബി എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും പറയും നീ തൊഴിൽ അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ഇത്, അതെനിക്ക് ഫസ്റ്റ് കിട്ടുന്നത് ഇവിടെയാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പം ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഐ ലെറ്റ് മൈ ഫെയിലിയേഴ്സ് ഡിഫൈൻ മീ. അപ്പം ഇന്ത്യയുടെ അപ്പെക്സ് മെറിറ്റോക്രാറ്റിക് സിസ്റ്റമാണ് പറയുന്നത് യു ആർ നോട്ട് റെക്കമെൻഡഡ്. അപ്പോൾ ആ റിസൾട്ട് വന്ന ദിവസം ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് പ്രൈസും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് പല കോമ്പറ്റീഷൻസിനും സ്പോർട്സിനും ഒക്കെ ആയിട്ട്. ഞാൻ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ എറിഞ്ഞ് പൊട്ടിക്കാൻ അങ്ങനത്തെ അത്രയ്ക്ക് മോശം അവസ്ഥയിലോട്ട് പോയി. അതൊക്കെ എടുത്ത് ഷെൽഫിൽ നിന്ന് മാറ്റി വയ്ക്കുക. കാര്യം ഇന്ത്യയുടെ അപ്പെക്സ് മെറിറ്റോക്രാറ്റിക് സിസ്റ്റമാണ് നമ്മളോട് പറയുന്നത് യു ആർ നോട്ട് എലിജിബിൾ. അപ്പോൾ ഞാനത് ഭയങ്കര പേഴ്സണലായിട്ട് എടുത്തു. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയാണ് എന്നോട് പറയുന്നത് എടാ ഇത് നിൻ്റെ മാത്രം എഫേർട്ടല്ല, ഞങ്ങളുടെ എഫേർട്ട് ഇതിൻ്റെ പുറകിലുണ്ടെന്നുള്ളൊരു കാര്യം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനത് അപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു സെൻസ് മനസ്സിലാവുന്നത്. ഇപ്പം ഞാൻ ബേസിക്കലി ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു റിസൾട്ട് ഒരിക്കലും ഞാൻ ആസ് എ പേഴ്സൺ ഡിഫൈൻ ചെയ്യാൻ ഞാൻ സമ്മതിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ബാക്കി അവന്യൂസ് ഞാൻ നോക്കി. ഒരിക്കലും ഒരു ആസ്പിറന്റ് എന്നുള്ളൊരു രീതിയിൽ ഞാൻ എന്നെ തന്നെ ഡിഫൈൻ ചെയ്യാതെ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ, ഒരു ബ്രദർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്, ആ ഒരു മൾട്ടിപ്പിൾ റോൾസ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഈക്വലി പ്രയോറിറ്റി കൊടുക്കാൻ തോന്നി. അപ്പം ആ ഒരു ഇത് വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഇതല്ല നമ്മുടെ എൻ ഗോൾ എന്നുള്ളൊരു കാര്യം നമുക്ക് കുറെ റിലീഫ് ആകും. പിന്നെ ആ സമയത്ത് ഞാൻ ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് ഇതിലോട്ട് ഇറങ്ങിത്തിരിക്കുമായിരുന്നു. എൻ്റെ സ്പോർട്സ് ഞാൻ നിർത്തിവെച്ചു, വേറെ എക്സ്ട്രാ കരിക്കുലർ എല്ലാം നിർത്തിവെച്ചു. പക്ഷേ ഇത്തവണ എല്ലാം ഒരുമിച്ചാണ് കൊണ്ടുപോയത്. വർക്കും ഉണ്ടായിരുന്നു, അപ്പോൾ വർക്കിലും ഞാൻ ഫോക്കസ് ചെയ്തു, എക്സ്ട്രാ കരിക്കുലേഴ്സിലും ഫോക്കസ് ചെയ്തു. അതെല്ലാം കൂടെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഒന്ന് വെൽ റൗണ്ടഡ് ആയിട്ട് ചെയ്യാനും പറ്റി. ഇപ്പം സാർ ഇപ്പോൾ ഒരു മോക്കോൽ എടുക്കാതെ ഇൻ്റർവ്യൂവിന് കൊടുക്കുന്ന ആ ഒരു ധൈര്യം, ആ ഒരു ചങ്കുറ്റം കിട്ടുകയും ചെയ്തു. അപ്പം അങ്ങനെയാണ് എനിക്കത് റിക്കവർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്, ഇത് ജസ്റ്റ് ഒരു എക്സാമാണ്. ഇതിനകത്ത് ഒരുപാട് റാൻഡംനെസ് ഉണ്ട്. പിന്നെ ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു മുറി മാർക്ക് കയറിയാൽ നമുക്ക് 20 മാർക്ക് കുറവോ കൂടുതലോ ഒക്കെ ആയിട്ട് കിട്ടാം. അപ്പം ഇത് ഈ സിസ്റ്റം അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അതിനെ വെച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യാതിരിക്കുക, അതാണ് ശരി. അതല്ലേ, അതാണ് ശരി. നമ്മൾ ഇതൊന്നുമല്ല, ഇത് മാത്രമൊന്നുമല്ല നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് മനസ്സിലാക്കുക. എനിവേ, ഗ്രേറ്റ് ടോക്ക് വിത്ത് യു. ആക്ച്വലി ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ ഇച്ചിരി പ്രഷറിലാണ് തുടങ്ങിയത്, ഇപ്പോൾ ഭയങ്കര റിലീവ്ഡായിട്ട് എൻഡ് ചെയ്യുന്നത്. സോ താങ്ക്സ് എ ലോട്ട് രജത്തിന്. ഇനിയും നല്ല ഫ്യൂച്ചർ വരട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിലും നല്ലതായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സർ, ആൻഡ് താങ്ക് യു. യെസ്.